Hi guys, welcome back to my drama explainer. ഹീജു അവളെ കാറിൽ നിന്ന് പുറത്തിറക്കാൻ പറഞ്ഞുകൊണ്ട് കരയുന്നതിന്റെ വീഡിയോ, അതായത് ആ പോലീസ് കാറിൽ നിന്ന് ഇരുന്ന് കരയുന്നതിന്റെ വീഡിയോ സാവൻ കാണുന്നു. അതോടുകൂടെ ആയിരുന്നില്ലേ 4ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു പോയ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ചങ്ങുൻ ഡെയിലി ന്യൂസിന്റെ ആനിവേഴ്സറി പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സാവനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ 5ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. അവൻ ആ വീഡിയോയിൽ കണ്ടതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല കേട്ടോ ഉള്ളത്. അവൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്താണ് ഹീജുവിന്റെ അമ്മ അവളെയും കൂട്ടിക്കൊണ്ട് സംസാരിക്കാൻ പോകുന്നത് അവൻ കാണുന്നത്. സോ അവനിപ്പോ അവര് കയറിപ്പോയ റൂമില്ലേ അതിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. എന്തായാലും ഇനി ഞാൻ അങ്ങേർക്ക് വേണ്ടി പൈസ ചെലവാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നടക്കം അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാവൻ കേട്ടിട്ടുണ്ട്. ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹീജുവിന്റെ അമ്മ സാവനെ കണ്ട് ഞെട്ടിക്കൊണ്ട് നീ എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ചോദിക്കുന്നു. അവനതിന് ഉത്തരം കൊടുക്കുന്നില്ല. അമ്മയ്ക്ക് പിടിക്കാൻ അവന്റെ കൈ കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറയുന്നു. അവര് നടന്നു വരുന്ന സമയത്ത് സാവൻ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്, ഹീജു എന്തുകൊണ്ടാ സംസാരിക്കാത്തെ എന്ന് ചോദിക്കുന്നു. അത് നിനക്കും അറിയുന്നതല്ലേ, ആ ആക്സിഡന്റ് കാരണമുള്ള ഷോക്ക് കൊണ്ട് എന്ന് അമ്മ ഉത്തരം കൊടുക്കുന്നു. ആ ഷോക്ക് ഇത്രയും കാലം അവളെ അഫക്ട് ചെയ്യോ? എന്തെങ്കിലും സൈക്കോളജിക്കൽ ഫാക്ടർ കാരണം ആളുകൾ സംസാരം നിർത്തുന്നതിനെയാണ് സെലക്റ്റീവ് മ്യൂട്ടിസം എന്ന് പറയുന്നത്. എന്നാൽ 20 വർഷത്തോളമായിട്ട് ഹീജു ഇങ്ങനെ തന്നെയാണ്, അത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നില്ലേ എന്ന് അവൻ ചോദിക്കുന്നു. അമ്മ ഒന്ന് ആലോചിച്ചുകൊണ്ട് ഇത് മിക്കവാറും അവളുടെ കുറ്റബോധം കൊണ്ടായിരിക്കും. അവളുടെ ചേട്ടൻ മരിച്ചുപോയി, ചേച്ചിക്ക് കേൾവിശക്തി ഇല്ലാതെയായി, ആ ഒരു ആക്സിഡന്റ് കാരണം ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു, എന്നിട്ട് അവക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നേ എന്ന് പറഞ്ഞ് അല്ല നീ ഇപ്പൊ എന്തിനാ അത് ചോദിച്ചേ എന്ന് ചോദിക്കുന്നു. സാവോൻ നിങ്ങൾ ഈ കാര്യം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോവാണെന്ന് തോന്നുന്നു. ഹീജു എന്റെ വൈഫാണ്, നിങ്ങൾ അവളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവൂ എന്നൊരു വാണിംഗ് പോലെ പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പോവുകയാണ്. ഹീജുവിന്റെ അമ്മ ആദ്യം ഒന്ന് ഷോക്കായെങ്കിലും പിന്നീട് അവിടുന്ന് പോകുന്ന സാവനെ നോക്കിക്കൊണ്ട് ഇവൻ ഹീജുവിനെ കുറിച്ച് കെയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇപ്പൊ സാവൻ ഹാളിലാണ്, അവൻ ഡ്രിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അവന്റെ അടുത്തേക്ക് ഹീജുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ 2 ഇല്ലേ അതിന്റെ കൂടെ ഒരു വാലും കൂടെ, അങ്ങനെ 3 പേര് അവന്റെ അടുത്തേക്ക് വരുവാണ്. അവര് വന്നപാടെ നീ നല്ല ഹാൻഡ്സം ആയിട്ടുണ്ടല്ലോ, നിന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന സാവനെ നിർബന്ധിച്ച് ഡ്രിങ്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഹീജു ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് സാവൻ കാണുന്നു. അവനും അവരുടെ പുറകെ പോകാൻ നിൽക്കുന്നുണ്ട്, എന്നാൽ നടക്കുന്നില്ല. കാരണം ഹീജുവിന്റെ സ്റ്റെപ്പ് ഫാദർ സാവനോട് വന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴാണ് സാവന് 406 സ്റ്റാർട്ട് ചെയ്യുന്ന ആ നമ്പറിൽ നിന്ന് കോള് വരുന്നത്. ഏത് നമ്പറാന്ന് മനസ്സിലായല്ലോ, ഹീജു ആണ് വിളിക്കുന്നത്. സാവന്റെ പോയിന്റ് ഓഫ് വ്യൂവില് കിഡ്നാപ്പറാണ് വിളിക്കുന്നത്. ഹീജുവിനോട് സംസാരിച്ചു വരുന്ന സാവൻ അവളുടെ ജാക്കറ്റ് ഒരു വർക്കർ എടുത്തു വരുന്നത് കാണുവാണ്. ആ ജാക്കറ്റ് വാങ്ങി ഹീജുവിനെ തെരഞ്ഞുകൊണ്ടാണ് സാവൻ റൂഫ് ടോപ്പിലേക്ക് വരുന്നത്. സാവൻ അവിടെ തീരെ പ്രതീക്ഷിക്കാത്ത ഹീജു അവനെ കണ്ട് ആകെ ഷോക്ക് ആവുന്നു. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ബാഗിൽ വെക്കുന്നു. അവനാണെങ്കിൽ ഫോണൊന്നും മാറ്റുക പോലും ചെയ്യാതെ അവളുടെ നേരെ നടക്കുവാണ്. അല്ലേലേ ഷോക്കായ അവള് അവന്റെ നടത്തും കൂടെ കാണുന്നതും ആകെ മൊത്തം ടെൻഷൻ ആവുന്നു. അവൾ പുറകിലേക്ക് നടക്കുമ്പോൾ വീഴാൻ പോകുന്നതും സാവൻ ഓടി വന്ന് പിടിക്കുന്നത് കാരണം 2 പേരും കൂടെയാണ് താഴേക്ക് വീഴുന്നത്. നീ ഓക്കെ ആണോ എന്ന് സാവൻ ചോദിക്കുന്നു. ഹീജു അതേന്ന് പറയുന്നു. അവൻ എഴുന്നേറ്റതിനു ശേഷം പിടിച്ചെഴുന്നേക്കാൻ വേണ്ടി സാവൻ കൈ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഹീജു സ്വന്തമായിട്ട് എഴുന്നേക്കാനാണ് നോക്കുന്നത്. അതിഷ്ടപ്പെടാതെ സാവൻ അവളെ പിടിച്ചെഴുന്നേപ്പിച്ച് നീ ഇപ്പൊ എന്താ ചെയ്ത്, നീ മരിക്കാൻ നോക്കുവായിരുന്നോ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്നു. ഇവൻ ഇത്ര ദേഷ്യത്തിൽ സംസാരിച്ചത് കാരണം ഹീജുവിന് പേടിച്ചിട്ട് ഇക്കിള് വരുവാണ്. അവളത് പിടിച്ചു വെക്കാനും നോക്കുന്നുണ്ട്. ഹീജുവിന് കോൾ ചെയ്യാൻ പറ്റില്ലല്ലോ, നീ കോൾ ചെയ്യുന്നത് ഞാൻ കണ്ടല്ലോ എന്നവൻ ചോദിക്കുന്നു. ഇത് ചോദിച്ചാലെങ്കിൽ അവള് സംസാരിക്കുമായിരിക്കും എന്നാണ് കേട്ടോ സാവൻ വിചാരിച്ചേ. എന്നാ അവള് ചുണ്ടുകൊണ്ട് അമ്മയാണ് വിളിച്ചത് എന്ന് കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സൗണ്ട് ഉണ്ടാക്കുക, ഇക്കിളായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല, നീ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ സൗണ്ട് ഉണ്ടാക്കുക എന്ന് സാവൻ പറയുന്നു. ഹീജു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സാവൻ ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യണോ എന്ന് ചോദിച്ചു ഒന്നുകൂടെ അവളുടെ അടുത്തേക്ക് പോകുന്നു. സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടായിട്ടും ഇത്രയും കാലം അവൾ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ സാവൻ നിനക്കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയേ എന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് അവനൊരു കോള് വരുന്നു. അത് കാണുന്നതും അവിടുന്ന് പോകാൻ നിൽക്കുന്ന ഹീജുവിനെ സാവൻ തടയുന്നു. അത് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ, അവളുടെ ജാക്കറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവൾ പോകുന്നതും സാവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ദോജയാണ് വിളിച്ചത്. ഇത്തവണ 10 മിനിറ്റിനേക്കാൾ കൂടുതൽ സംസാരിച്ചത് കാരണം ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുള്ള ഹോട്ടലാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. സാറിനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആരോ ആണ് ഇതിന്റെ എല്ലാം പുറകിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ദോജയെ ചോദിക്കുന്നതും സാവൻ നോക്കുന്നത് ഹീജുവിനെയാണ്. അങ്ങനെ വരാൻ ഒരു വഴി എന്നവൻ അവനോട് തന്നെ പറഞ്ഞ് പെട്ടെന്ന് എന്തോ ഓർമ്മ വരുന്നതും ദോജയോട് അപ്പോ അവൻ ഈ ഹോട്ടലിലുണ്ടോ എന്ന് ഞെട്ടിക്കൊണ്ട് ചോദിക്കുന്നു. കിഡ്നാപ്പർ ഈ ഹോട്ടലിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഹീജുവിന് അപകടമാണെന്നാണ്. ഉടനെ തന്നെ സാവൻ ഹീജുവിന്റെ അടുത്തേക്ക് ടെൻഷനായി ഓടുന്നു. എന്നാൽ അപ്പോഴേക്ക് ലിഫ്റ്റ് ക്ലോസ് ആയിട്ടുണ്ട്. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ അവൻ സ്റ്റെയർ ഇറങ്ങി ഓടുന്നു. ഹാളിലിരിക്കുന്ന ഹീജുവിനെ കാണുമ്പോഴാണ് സാവന് ആശ്വാസമാവുന്നത്. ദോജയ്ക്ക് കോൾ ചെയ്ത് വന്നിരിക്കുന്ന ഗസ്റ്റുകളുടെ ലിസ്റ്റ് സെക്യൂർ ചെയ്യാനും ആ വോയിസ് മോഡുലേഷൻ റിമൂവ് ചെയ്യാനും എത്രയും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനും സാവൻ പറയുന്നുണ്ട്. ഇപ്പൊ പാർട്ടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഹീജുവും സാവനും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. സാവൻ
ഇപ്പോഴും നിനക്ക് ആ മുറിവിന്റെ പാടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഹീജു കൺഫ്യൂസ്ഡ് ആയി നിൽക്കുവാണ്. അവളുടെ കയ്യിൽ നിന്ന് ഉത്തരവൊന്നും കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കാരണം അവൻ തന്നെ അവിടെ ഇരുന്ന് അവളുടെ കാലിലുള്ള മുറിവിന്റെ പാട് നോക്കുന്നു. അതൊരു അൺഎക്സ്പെക്ടഡ് മൂവ് ആയത് കാരണം ഹീജു ഷോക്ക് ആവുന്നുണ്ട്. കുഞ്ഞതായിരിക്കുമ്പോൾ നിന്നൊരു പട്ടി അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ പോലും നീ ചെറുതായിട്ട് പോലും കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ പെൺകുട്ടിക്ക് എങ്ങനെയാ ആ ഒരു സമയത്തും അലറി കരയാതിരിക്കാൻ കഴിഞ്ഞ് എന്ന് പറഞ്ഞ് സാവൻ അവിടുന്ന് എഴുന്നേറ്റ് ഹീജുവിനോട്, നീ എന്തായാലും ഒരു സംഭവമാണ്, എത്ര കാലം നിനക്ക് ഇതെല്ലാം പിടിച്ചു വെക്കാൻ കഴിയുമെന്ന് അറിയാൻ എനിക്കും നല്ല ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. സാവൻ പോകുന്നതിന് മുന്നേ പട്ടി അടിക്കാൻ വന്നൊരു ഇൻസിഡന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഇൻസിഡന്റ് ആണ് ഇപ്പൊ ഹീജു ഇരുന്ന് ആലോചിക്കുന്നത്. കുഞ്ഞതായിരിക്കുമ്പോൾ ഈ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നൊക്കെ ചോദിക്കില്ലായിരുന്നോ? ഹീജുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ന്യൂസ് കാസ്റ്റർ ആവലായിരുന്നു. ഇതാണ് അവളുടെ ആഗ്രഹം എന്ന് അറിയുന്നതും അമ്മ അവളെ വന്ന് നന്നായിട്ട് വഴക്ക് പറയുവാണ്. കാരണം എല്ലാവരുടെ മുന്നിലും ഹീജു സംസാരിക്കാൻ കഴിയാത്ത ഒരാളെ പോലെയല്ലേ കാണിക്കുന്നത്. ന്യൂസ് കാസ്റ്റർ ആവണമെങ്കിൽ സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ വീട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ നോക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് അമ്മ അവളെ നന്നായിട്ട് വഴക്ക് പറയുന്നു. അവളുടെ ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ എന്നുള്ള സങ്കടവും അതേപോലെ അമ്മയോടുള്ള ദേഷ്യവും ഒക്കെ കാരണം അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഓടി എത്തുന്നതോ ഒരു പട്ടിയുടെ മുന്നിലേക്കുമാണ്. പട്ടി അടിക്കാൻ വരുന്ന സമയത്ത് എന്തായാലും നെഞ്ഞും വിരിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. സോ അവൾ അവിടുന്ന് തിരിഞ്ഞോടാൻ നോക്കുവാണ്. എന്നാൽ അതിന് പറ്റുന്നില്ല. അതിന് മുന്നേ അവൾ വീഴുന്നു. പട്ടി അവളെ കടിച്ചു എന്ന് തന്നെയാണ് അവൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോഴേക്ക് സാവൻ വന്നിട്ട് ആ പട്ടിയെ ഓടിച്ചിട്ട് അവളെ രക്ഷിക്കുവാണ്. അവളെ എഴുന്നേപ്പിച്ച് സാവൻ, പട്ടിയല്ല നിന്നെ അടിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അമ്മയാണേലും ചേച്ചിയാണേലും ആരാണേലും നീ ഫൈറ്റ് ചെയ്യാൻ പഠിക്കണം. ഏത് ഫാമിലി മെമ്പർ ആണെങ്കിലും അവർക്കെതിരെ റിവെഞ്ച് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റും എന്നാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത്. വീണ വീഴ്ച കാരണം അവളുടെ കാലിൽ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാരണം സാവോനായിരുന്നു അവളെ എഴുത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ കാര്യവും ഇവന്റിന് പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഹീജുവിന് ഉറക്കം വരുന്നില്ല. സാവോന്റെ കാര്യവും മറിച്ചൊന്നുമല്ല, അവന്റെ ഉറക്കവും പോയി കിടക്കുവാണ്. അത് ഈ കാര്യമൊന്നും ആലോചിച്ചിട്ടല്ല കേട്ടോ, ഹീജുവിന് സംസാരിക്കാൻ പറ്റും എന്നുള്ള സത്യം അറിഞ്ഞതുകൊണ്ടാണ് അത്. സമയം നോക്കുമ്പോൾ 12:31. അവൻ നേരെ ഹീജുവിന്റെ റൂമിലേക്ക് ഇടിച്ചു കയറി പോയി സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത്രയും കാലം നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ, ഒന്നും അറിയാത്ത പോലെ നീ എന്നെ നോക്കുമൊന്നും വേണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. 20 വർഷത്തോളമായിട്ട് നീ എന്നെ ചതിക്കുമായിരുന്നു. നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ? ശരി, കുഞ്ഞതായിരുന്നപ്പോ നീ ചെയ്യുന്ന തെറ്റെന്താന്ന് നിനക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോഴോ? ഇപ്പൊ നീ വളർന്നില്ലേ? അറ്റ്ലീസ്റ്റ് എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷമെങ്കിലും നിനക്ക് സത്യം എന്താന്ന് പറഞ്ഞുകൂടായിരുന്നോ? മറച്ചു വെക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ലല്ലോ, എന്നോടെങ്കിലും പറയായിരുന്നല്ലോ എന്ന് അവൻ ഒരുപാട് ഇമോഷണൽ ആയിട്ട് ചോദിക്കുന്നു. ഇപ്പോഴെങ്കിലും ഹീജു സംസാരിക്കുമായിരിക്കും എന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. ഫോൺ എടുത്ത് ടൈപ്പ് ചെയ്യുവാണ് അവൾ ചെയ്യുന്നത്. എല്ലാവർക്കും സീക്രട്ട് ഉണ്ട്, എന്താ നിനക്ക് സീക്രട്ട് ഇല്ല? നീ എന്നിൽ നിന്ന് ഒന്നും മറക്കുന്നില്ല എന്നാണോ നീ പറയുന്നത് എന്നാണ് അവൾ ടൈപ്പ് ചെയ്തത്. ആ ഒരു മൂവിൽ അവൻ സ്പീച്ച്ലെസ് ആയി പോകുന്നു. എന്താണ് അവളോട് പറയേണ്ടതെന്ന് അവൻ ഒരു ഐഡിയയും കിട്ടുന്നില്ല. അടുത്തത് അവൻ എന്താ പറയാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പക്ഷേ അടുത്തത് അവനൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ? കാരണം ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടേ ഇല്ല. അവന്റെ റൂമിന്റെ ഡോറ് തുറക്കാൻ പോയ സമയത്ത് ഇരുന്ന് ആലോചിച്ച് കൂട്ടിയ കാര്യങ്ങളാണ് ഇതെല്ലാം. അവൻ ഓവർ തിങ്ക് ചെയ്ത സമയത്ത് ഹീജു അവനോട് ടൈപ്പ് ചെയ്ത് ചോദിച്ചപ്പോൾ അവൻ മിണ്ടാതെ നിൽക്കുമായിരുന്നു ചെയ്തേ. അത് തന്നെയായിരിക്കും ഇപ്പൊ അവൻ അവളോട് പോയി സംസാരിച്ചാലുള്ള അവസ്ഥയും. സോ സാവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. രാത്രി നിദ്രാദേവി അവനെ അനുഗ്രഹിക്കാത്തത് കാരണം നെക്സ്റ്റ് ഡേ ഓഫീസിൽ മീറ്റിംഗിന്റെ സമയത്താണ് അവൻ ഇരുന്ന് ഉറങ്ങുന്നത്. അവൻ ഉറങ്ങുന്നത് കണ്ട് മിസ്റ്റർ കാങ് വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ തന്റെ പ്രസന്റേഷൻ ശരിയല്ലാത്തതുകൊണ്ടാണ് സാവൻ ഇരുന്ന് ഉറങ്ങുന്നതെന്നാണ്. ഞാൻ അത്ര അടിപൊളിയൊന്നും അല്ലാന്ന് എനിക്കറിയാം, എന്നാലും എന്റെ പ്രസന്റേഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ശരിയാക്കിക്കോളാം എന്ന് മിസ്റ്റർ കാങ് പറയുമ്പോഴാണ് ഞാൻ ഇത്രയും നേരം അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്നുള്ളത് സാവോന് ബോധം വരുന്നത്. സോ അവൻ എല്ലാവരോടും ബ്രേക്ക് എടുക്കാൻ പറയുന്നു. ഈ ബ്രേക്കിന്റെ സമയത്ത് മിസ്റ്റർ കാങ് റെസ്റ്റ് റൂമിൽ ഇരുന്നുകൊണ്ട് വൈഫിനോട് സംസാരിക്കുവാണ് കേട്ടോ. ഹെൽത്തിന്റെ കാര്യമൊക്കെ വൈഫിനോട് സംസാരിച്ച് ഡോറും തുറന്നു വരുന്ന മിസ്റ്റർ കാങ്ങിന്റെ കയ്യിൽ നിന്ന് ഫോണ് താഴെ പോവാണ്. വെറുതെ ഒന്നും അല്ലാട്ടോ, സാവോനെ കണ്ടിട്ട് പേടിച്ചിട്ടാണ്. ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും സാവോനെ നല്ല പേടിയാണ്. പേടി മാത്രമല്ല റെസ്പെക്റ്റും ഉണ്ട് കേട്ടോ. സാവോൻ മിസ്റ്റർ കാങ്ങിനോട് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുവാണ് ഇപ്പോ. താൻ തന്റെ വൈഫിനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ടോ? സീക്രട്ട് ഒന്നുമില്ലേ? ഒരു കാര്യവും പരസ്പരം മറച്ചു വെക്കാറില്ലേ എന്ന് സാവോൻ ചോദിക്കുന്നു. മിസ്റ്റർ കാങ് അങ്ങനെയൊന്നുമില്ല. അല്ല, എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? സാറിന്റെ വൈഫും സീക്രട്ട് ആയിട്ട് പൈസ വല്ലതും ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. സാവോൻ ഇല്ല എന്ന് പറയുമ്പോ ഹാവോ അങ്ങനെയാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല, പൈസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ലെങ്കിൽ ഒരു കാര്യവും ടെൻഷൻ ആവാനില്ല എന്ന് പറഞ്ഞ് മിസ്റ്റർ കാങ് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും. നീ എന്തിനാ അത് ചെയ്തേ ഇത് ചെയ്തേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ ശരിയാണ്, സാറിന്റെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാനും പറ്റില്ല എന്ന് പറയുന്നു. എന്റെ പേഴ്സണാലിറ്റിക്ക് എന്താ കുഴപ്പം എന്ന് സാവോൻ ചോദിക്കുന്നു. വാവ് വണ്ടർഫുൾ, എന്റെ കുഴി എന്തായാലും ഞാൻ തന്നെ തോണ്ടി എന്ന് ചിന്തിച്ച് മിസ്റ്റർ കാങ് നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയുന്നു. കൂടെ തന്നെ പക്ഷേ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരില്ലേ, നമ്മളെ ദേഷ്യമൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും എന്നും മിസ്റ്റർ കാങ് പറയുന്നുണ്ട്. ഇവിടെ ഹീജു വർക്ക് ചെയ്യുന്ന സെന്ററിൽ ഹീജുവും അവരുടെ കൊളീഗ്സും ഉൾപ്പെടെ എല്ലാവരും ഹീജുവിന്റെ ഫോണിലേക്ക് നോക്കിയിരിക്കുവാണ്. ഇന്നാണ് അവൾ പോയ ഇന്റർവ്യൂവിന്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. ആ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. നോട്ടിഫിക്കേഷൻ വരുന്നതും അവൾ അത് എടുത്തു നോക്കുന്നു. അവൾക്ക് ഓഫർ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആവുന്നു. എന്നാൽ ഹീജു തുള്ളിച്ചാടാനൊന്നും പോകുന്നില്ല. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. സങ്കടം കൊണ്ടൊന്നും അല്ലാട്ടോ, എന്താ പറയാ, ആനന്ദ കണ്ണീര് അത് തന്നെ. കൊളീഗ്സ് എല്ലാവരും സെലിബ്രേറ്റ്
ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ അവിടുന്ന് പോകുന്നു. ഹീജു ആദ്യം അച്ഛനോട് വിവരം പറയാന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ തീരുമാനം മാറ്റി സാവോന്റെ കോണ്ടാക്ട് എടുക്കുന്നു. പലതും അവള് ടൈപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഒന്നും അവക്ക് അങ്ങോട്ട് പിടിക്കണില്ല. എന്നാ ശരി, വല്ല ഇമോജിയും സെൻഡ് ചെയ്യാം എന്ന് കരുതി ഇമോജി ഏത് സെലക്ട് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കൈ തട്ടി അറിയാതെ ഇമോജി സെൻഡ് ആവുന്നു. ഏത് ഇമോജിയാണെന്നറിയോ? ആ കണ്ണിന് 2 ഹാർട്ടൊക്കെ വരുന്ന ആ ഒരു ഇമോജി ഇല്ലേ, ആ സാധനമാണ് അവള് സെൻഡ് ചെയ്യുന്നത്. അതറിയാതെ സെൻഡായി പോകുന്നതും കർത്താവേ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് അവള് ചിന്തിക്കുന്നു. അവക്ക് ഷോക്കാണ് വരുന്നത്. എന്നാൽ ഇത് കാണുന്ന സാവോന് ഷോക്കും കൺഫ്യൂഷനും എന്ന് തുടങ്ങി പലതരം ഇമോഷൻസ് ആണ് വരുന്നത്. മിസ്റ്റർ കാങ് ആണെങ്കിൽ വരുന്ന ഇന്റർപ്രറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു വെൽക്കം ഡിന്നർ അറേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പാവം സാവോൻ ആ ഒരു ഇമോജി കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വിജൃംഭിച്ചിരിക്കുവാണ്. മിസ്റ്റർ കാങ് അവനെ വിളിക്കുമ്പോഴാണ് അവൻ ആ മീറ്റിംഗിലേക്ക് തിരിച്ചു വരുന്നത്. അവര് പ്രസിഡൻഷ്യൽ ഓഫീസിലെ ഫസ്റ്റ് സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റേഴ്സ് അല്ല. മീഡിയാസും എന്തായാലും ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും അവർക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കണം. ഈ വീക്കെൻഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് സാവോൻ ചോദിക്കുന്നതും ദോജെ ഫ്രീ ആണെന്ന് പറയുന്നത് കേട്ട് ടീം മെമ്പേഴ്സ് ഷോക്ക് ആവുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ട്രിപ്പ് തന്നെ അറേഞ്ച് ചെയ്യാം എന്ന് സാവോൻ പറയുന്നത് കേട്ട് അവർ ഒന്നുകൂടെ ഷോക്കാവുന്നു. മിസ്റ്റർ കാങ്ങിനോട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറഞ്ഞ് സാവോൻ പോകുന്നു. പുറകെ ദോജയും പോകുന്നു. അവര് പോകുന്നതും ഒരു കൊളീഗ് ഞാൻ ദോജയെ ആകെ മൊത്തം തെറ്റിദ്ധരിച്ചാണെന്ന് തോന്നുന്നു, പറഞ്ഞത് കേട്ടില്ല ഞാൻ ഫ്രീ ആണെന്ന്. ചുമ്മാതല്ല, സാവോന്റെ മിനി വേർഷനാണ് ദോജയെന്ന് എല്ലാവരും പറയുന്നത് എന്ന് ഒരാൾ പറയുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും സാവോൻ വന്ന സമയത്ത് ദോജയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എന്ന് വേറൊരാൾ പറയുന്നു. എല്ലാവരും ദോജയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മിസ്റ്റർ കാങ് പറയുന്നത് സാവോനെ കുറിച്ചാണ്. ഒരു ഡിന്നറിന് വരെ പങ്കെടുക്കാത്ത സാവോൻ എങ്ങനെയാ ഇപ്പൊ ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടായത് എന്നാണ് മിസ്റ്റർ കാങ് ചോദിക്കുന്നത്. ആ മനംമാറ്റത്തിന്റെ പുറകിലെ ഹീജു ആണെന്ന് മിസ്റ്റർ കാങ്ങിന് അറിയില്ലല്ലോ. സാവോൻ ഇപ്പോഴും ഹീജു വെച്ച ഇമോജിയെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇതിനി എന്ത് റിപ്ലൈ കൊടുക്കുന്നു ചിന്തിച്ച് ടൈപ്പ് ചെയ്യുന്നു, പിന്നെയും ബാക്ക് അടിക്കുന്നു, പിന്നെയും ടൈപ്പ് ചെയ്യുന്നു, പിന്നെയും ബാക്ക് അടിക്കുന്നു. നേരത്തെ ഹീജുവിന്റെ അവസ്ഥ എന്തായിരുന്നോ അത് തന്നെയാണ് ഇപ്പൊ സാവോന്റെ അവസ്ഥ. ഹീജു ആണെങ്കിൽ ഇവിടെ ആ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ആകെ മൊത്തം തല പുകഞ്ഞ് ആലോചിച്ചിരിക്കുവാണ്. ഓക്കെ, എന്തായാലും വേണ്ടില്ല എന്നും പറഞ്ഞ് ഹീജു ഫോൺ എടുക്കുന്നതും സാവോന്റെ മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് എന്താണെന്ന് നോക്കാനുള്ള ധൈര്യം പോലും നമ്മുടെ ഹീജുവിനില്ല. പക്ഷേ നോക്കിയല്ലേ പറ്റൂ. നോക്കുമ്പോ എന്താ അവൻ കൺഗ്രാറ്റ്സ് പറഞ്ഞതാണ് കേട്ടോ. അവളെ കളിയാക്കാനോ അല്ലെങ്കിൽ എന്തിനെ ഇമോജി അയച്ചെന്ന് ചോദിക്കാനോ ഒന്നും സാവോൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹീജുവിന് സമാധാനമാവുന്നു. അവൾ സ്മൈൽ ചെയ്യുന്നു. അവൾ അവന് താങ്ക്സ് പറഞ്ഞുകൊണ്ട് റിപ്ലൈ അയക്കുന്നു. ഈ ഒരു കാര്യത്തിൽ എന്നോട് താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നീ തന്നെ നിന്റെ അധ്വാനം കൊണ്ട് നേടിയെടുത്തതാണ് എന്ന് സാവോൻ മെസ്സേജ് ചെയ്യുന്നു. അവളുടെ വക ഒരു ഡിന്നർ ട്രീറ്റ് തരാം എന്നുള്ള ഹീജുവിന്റെ മെസ്സേജ് കണ്ട് സാവോൻ ഹാപ്പി ആവുന്നു. കൂടെ തന്നെ കൊളീഗ്സിനോട് ഇപ്പൊ ജോലി കിട്ടിയ ഒരാൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന നല്ല ഗിഫ്റ്റ് എന്തായിരിക്കും എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നൊക്കെ മിസ്റ്റർ കാങ് പറയുന്നുണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ലേറ്റസ്റ്റ് മോഡലും ആണ് എന്ന് സാവോനും പറയുന്നുണ്ട്. പുതിയ ജോലിക്ക് ഇടാൻ പറ്റുന്ന ഒരു നല്ല സ്യൂട്ട് വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്ന ദോജയുടെ സജഷൻ സാവോന് ഇഷ്ടാവുന്നു. ഒട്ടും വൈകാതെ ഷോപ്പിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് ഇങ്ങോട്ടേക്ക് 6 മണിയാകുമ്പോഴേക്ക് എത്തണം എന്ന് പറഞ്ഞ് ഹീജുവിന് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നു. ഇവിടെ സംഘവും യൂരിയും ഒരു പഴയ ബിൽഡിങ്ങിലേക്ക് വന്നിരിക്കുവാണ്. പഴയ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അന്ന് സംഘം ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവന്റെ ഓർഫനേജിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു മാൻഷൻ എന്ന് പറഞ്ഞിട്ട് ആ മാൻഷനിലേക്കാണ് വന്നിരിക്കുന്നത്. നേരായ വഴിയൊക്കെ അടഞ്ഞു കിടക്കുവായത് കാരണം അവരതിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുവാണ് ചെയ്യുന്നത്. അവർ ആ മാൻഷന്റെ ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് സംഘം ഒരു ചുമര് കാണിച്ചു കൊടുത്ത് ഇവിടെ ആയിരുന്നു ഒരു വലിയ ഫ്രെയിം ഉണ്ടായിരുന്നു. ആ ഫ്രെയിമിലുള്ള ആളുടെ കയ്യിൽ ഒരു ഡ്രാഗന്റെ ചിത്രം കുത്തിവെച്ച ഒരു മോതിരം ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുന്നു. അവൻ വേറൊരു കുട്ടിയുടെ കൂടെ എപ്പോഴും കളിച്ചിട്ടുണ്ടായിരുന്ന റൂം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അവരിപ്പോ ആ റൂമിലേക്ക് വരുവാണ്. റൂമിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല കേട്ടോ, പുറത്ത് നിന്നുകൊണ്ട് സംഘു ഇവിടെ വെച്ചായിരുന്നു ഞാനത് കണ്ടേ. ഒരു ക്യൂട്ട് ആയിട്ടുള്ള പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. ഇവിടുത്തെ യങ് മാസ്റ്റർ എന്നോട് പറഞ്ഞത് എന്തായിരുന്നു എന്നറിയോ, നമുക്ക് കളിച്ചാലോ, ആദ്യം ഈ പൂച്ചയുടെ വയറ് കീറിയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് വാല് മുറിച്ചു നോക്കാം, പിന്നെ കാല് മുറിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് തല മുറിച്ചു നോക്കാം എന്നായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയുടെ കയ്യിൽ, അതായത് ആ യങ് മാസ്റ്ററിന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ആ യങ് മാസ്റ്റർ സ്മൈൽ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതിനുശേഷം ഈ പൂച്ചയെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഇത് കണ്ട് പേടിച്ചുകൊണ്ടായിരുന്നു അന്ന് സംഘു ഈ റൂമിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നത്. സംഘു അവൻ ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ ഇന്നസെന്റ് ആയിട്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതെന്നെ ഒരുപാട് പേടിപ്പെടുത്തി എന്ന് പറയുന്നു. ഓക്കെ, ഇവരിപ്പോ വന്നിരിക്കുന്നത് ഒരു ക്രൈം സീനിലേക്കല്ലേ. ആക്ച്വലി ആ പൂച്ചക്കുട്ടീനെ കൊല്ലാൻ നോക്കിയതൊന്നും അല്ല കേട്ടോ ക്രൈം. അഡോപ്റ്റ് ചെയ്തതിനു ശേഷം കുറച്ച് കുട്ടികളെ സംഘുവിന്റെ ഓർഫനേജിൽ നിന്ന് കാണാതായിട്ടുണ്ട്. അവൻ വലുതായതിനു ശേഷമാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് അവൻ അറിയുന്നത്. സംഘു ആയിരുന്നു ആ ഒരു മാൻഷൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. മറ്റുള്ള കുട്ടികളോടും അങ്ങോട്ട് പോകാമെന്ന് സജസ്റ്റ് ചെയ്തതും സംഘു തന്നെ ആയിരുന്നു. അവൻ ഈ കുട്ടികൾ മിസ്സാവുന്ന കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ കൂടെ ആ കുട്ടികളെ മാൻഷനിലേക്ക് ഇവൻ കൊണ്ടുപോയതിനു ശേഷമാണ് ഈ കുട്ടികളെല്ലാം മിസ്സാവാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ആ കുട്ടികൾക്ക് എന്തായിരുന്നു സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കേണ്ടത് സംഘുവിന്റെ റെസ്പോൺസിബിലിറ്റി
റെസ്പോൺസിബിലിറ്റി ആണ് എന്നാണ് അവൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ക്രൈം എന്താണെന്ന് മനസ്സിലായല്ലോ. ആ കുട്ടികൾ മിസ്സായതാണ് ക്രൈം. ഇതെല്ലാം കേട്ട് യൂരി, അപ്പോ നീ ഒരുപാട് കാലമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നല്ലേ? സോറി, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ആക്ച്വലി കുറച്ച് ദിവസം മുന്നേ സൗൻ എന്നോട് നിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീ ഓർഫനേജിലായിരുന്നു വളർന്നത് എന്ന് ഞാൻ അറിയാതെ പറയുകയും ചെയ്തു എന്ന് പറയുന്നു. അവൻ എന്തിനായിരിക്കും എന്റെ ഡീറ്റെയിൽസ് എന്ന് സംഗു ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂരിക്ക് ഒരു മെസ്സേജ് വരുന്നത്. ഹീജുവിന് ഓഫർ കിട്ടിയത് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ്. യൂരി ഒരുപാട് ഹാപ്പി ആവുന്നു. ഈ കാര്യം സംഗുവിനോട് പറയുകയും ചെയ്യുന്നു. ഇവിടെ ഹീജു സൗൻ പറഞ്ഞ് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അവൾ ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്യാൻ പോകുന്ന അതേ സമയത്ത് തന്നെ അതേ ഷോപ്പിലേക്ക് ഈനയും വരുന്നു. അവളൊരു ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം സെയിൽസ് ഗേളിന്റെ കൂടെ പോകുന്ന സമയത്താണ് ട്രയൽ റൂമിൽ നിന്നും ഹീജു പുറത്തേക്ക് വരുന്നത്. ഹീജു അവളെ ഒന്ന് മിററിൽ നോക്കി കൊള്ളാലോ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സാവോൻ അങ്ങോട്ട് വരുന്നത്. സാവോൻ അത് പാക്ക് ചെയ്യാൻ പറയുന്നു. ഹീജു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് സാവോൻ അവളോട് നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറയുന്നു. അത് ഏത് ഡ്രസ്സാണെന്നറിയോ? നേരത്തെ ഈനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതേ ഡ്രസ്സ്. എന്നാൽ ഹീജുവിന് അത് ഇഷ്ടാവുന്നില്ല. ആ ഷോപ്പിൽ നിന്ന് ആ സ്യൂട്ട് മാത്രമാണ് വാങ്ങുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് സാവോൻ അവളോട് നീ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാഞ്ഞ് എന്ന് ചോദിക്കുന്നു. ഈ ഫ്ലാഷി ആയിട്ടുള്ള ഡ്രസ്സൊന്നും എനിക്ക് ചേരില്ല, അത് അറിയാൻ വേണ്ടി ഞാൻ ഇട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഹീജു ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു. അത് വായിച്ച് അങ്ങനെയാണെങ്കിൽ ആ ഡ്രസ്സോ എന്ന് ചോദിച്ച് ഒരു ഷോപ്പിൽ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഗൗണ് സാവൻ കാണിച്ചു കൊടുക്കുന്നു. അത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആ ഷോപ്പിലേക്ക് വരികയും ചെയ്യുന്നു. ഈ സമയത്ത് സാവന് ദോജയെ കോൾ ചെയ്യുന്നു. വോയിസ് അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും ഒരു സ്ട്രേഞ്ച് റിപ്പോർട്ട് പറയാനുണ്ട്. ആ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയാണ് എന്ന് ദോജയെ പറയുന്നു. സത്യമാണോ എന്ന് ചോദിച്ച് സാവൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രയൽ റൂമിൽ നിന്നും ഹീജു പുറത്തേക്ക് വരുന്നത്. ആ ഒരു ഗൗണിലെ ഹീജുവിനെ അവൻ കാണുന്നതും പിന്നീട് അവൻ ദോജയോട് സംസാരിക്കുന്നില്ല. അവളെ അഡ്മയർ ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അല്ലേലും ഈ കേഡ്രാമയിലൊക്കെ ഹീറോസ് ഹീറോയിൻസിനെ നോക്കി നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. അത് വിട്. സാവോന് ആ ഒരു ഔട്ട്ഫിറ്റ് ഒരുപാട് 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 ഇഷ്ടാവുന്നു. സാവോൻ അവളോട് നിന്നെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഒരു ബാഡ് ഹാബിറ്റ് ആണ്. ആ ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്താലോ, നിന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുന്നു. ഹീജു വണ്ടറായി അവനെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈന കാണുന്നുണ്ട് കേട്ടോ. ഈന ഇതുവരെ വാ പോലും തുറന്നിട്ടില്ല. എന്നിട്ടും എനിക്ക് ഈനേനെ ഇഷ്ടമില്ല. എന്താണെന്ന് അറിയാൻ പാടില്ല. ഒരു വില്ലൻ വൈബാണ് എനിക്ക് ഈനേനെ കാണുമ്പോൾ കിട്ടുന്നത്. ഇവിടെ സാവോനും ഹീജു ഇതൊന്നും അറിയാതെ അടുത്തതെന്ത് കഴിക്കും എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഒരുപാട് നേരത്തെ നിരീക്ഷണത്തിന് ശേഷം ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ എന്ന് സാവൻ ചോദിക്കുന്നു. ഹീജു ആണെങ്കിൽ എന്തായാലും ഇപ്പൊ എന്താ എന്ന് ചിന്തിച്ച് റെസ്റ്റോറന്റിലേക്ക് കയറാൻ നിൽക്കുവാണ്. എന്നാൽ സാവൻ അവളെ തടഞ്ഞ് അവൻ ഈ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ് എന്ത് ഫുഡാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് ഹീജു അതിന്റെ കൂടെ എന്ത് കഴിക്കണം എന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചത് വായിച്ചുകൊണ്ട് സാവൻ ചിരിക്കുന്നു. ഈ സമയത്താണ് അവന്റെ ചിരിയൊക്കെ മാറ്റിക്കൊണ്ട് ഹീജുവിന് നോട്ടിഫിക്കേഷൻ വരുന്നത്. സംഗുവിന്റെ മെസ്സേജ് ആണ്. അവന്റെ എക്സ്പ്രഷൻ മാറിയത് കണ്ട് ഹീജു ഫോൺ നോക്കുന്നു. ഹീജുവിന് ഓഫർ കിട്ടിയ കാര്യം അറിഞ്ഞ് സംഗു അവളെ അഭിനന്ദിച്ചുകൊണ്ട് അയച്ച മെസ്സേജ് ആണത്. എന്നാൽ ഹീജുവിനേക്കാൾ കാര്യമായിട്ട് ആ ഫോണിലേക്ക് ഒരു സമാധാനവും ഇല്ലാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് സാവനാണ്. അവന് ജലസുമൂത്ത് പ്രാന്തായതാണെന്ന് അറിയാതെ ഹീജു ഇവനിതെന്തുവായി ചെയ്യുന്നേ എന്ന് ചിന്തിച്ച് സംഗുവിന്റെ മെസ്സേജ് എടുത്തു നോക്കുന്നു. നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്താലോ, യൂരിക്കും വരണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് സംഗു മെസ്സേജ് ചെയ്യുന്നു. സോറി, നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം എന്ന് ഹീജു ടൈപ്പ് ചെയ്യുന്നതും സാവൻ ഇപ്പൊ പോണം, പക്ഷെ എന്റെ കൂടെ ആയിരിക്കണം എന്ന് മാത്രം എന്ന് പറയുന്നു. ഇപ്പൊ ഒരു ഡ്രിങ്ക് ഒഴിച്ച് സെലിബ്രേറ്റ് ചെയ്യുവാണ്. ഇതിപ്പോ 3 പേരല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. സാവൻ അവിടെ ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ 3 പേരുടെയും നോട്ടം കാണുന്നതും അവനും ടോസ്റ്റ് ചെയ്യുന്നു. സംഗു, പക്ഷേ നിങ്ങൾ രണ്ടുപേരും എന്താ ഒരുമിച്ച് എന്ന് ചോദിക്കുന്നു. ഹീജു എനിക്ക് ഡിന്നർ വാങ്ങി തരാന്ന് പറഞ്ഞിരുന്നു എന്ന് സാവൻ പറയുന്നു. റീസൺ എന്താണെന്ന് സംഗുവിന് അറിയണം, എന്നാ അത് പറയാൻ സൗകര്യമില്ല, നീ പോയി കേസ് കൊടുക്ക് എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് സാവുവിന്. ഇവര് രണ്ടുപേരും ചെറിയ രീതിയിൽ തുടങ്ങുന്ന അടി നീ എന്നെ കുറിച്ച് യൂരിയോട് ചോദിച്ചു എന്ന് കേട്ടല്ലോ, അത് എന്തിനായിരുന്നു എന്ന് സംഗു ചോദിക്കുന്നതോടുകൂടെ വലിയ രീതിയിലാവുന്നത് കണ്ട് ഹീജു ഇടപെടേണ്ടി വരുന്നു. എന്നോട് കൺഗ്രാറ്റ്സ് പറയണമെന്നായിരുന്നല്ലോ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്ന് സംഗുവിനോട് ഹീജു ചോദിക്കുന്നു. സംഗു ഇപ്പൊ ഉണ്ടായ ആ ഒരു അറ്റ്മോസ്ഫിയറിന് ഹീജുവിനോട് സോറി പറയുന്നു. കൂടെ തന്നെ പ്രസിഡൻഷ്യൽ ഓഫീസിൽ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ആയിട്ട് ജോലി കിട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. അതിന് നിന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ വേണം. പക്ഷേ നിന്റെ ഡ്രീം ഇതൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നത് കേട്ട് ഹീജു കോളേജിൽ പഠിക്കുന്ന സമയത്ത് നടന്ന ഒരു കാര്യം ആലോചിക്കുവാണ്. ന്യൂസ് കാസ്റ്ററിനുള്ള ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് റൂമിലേക്ക് പോയതായിരുന്നു ഹീജു. ആപ്ലിക്കേഷൻ ഫോം അവിടെ വെച്ചതിന് ശേഷം ക്യൂരിയോസിറ്റി കാരണം അവൾ ഒരു പാട്ട് പ്ലേ ചെയ്യും. അതിനനുസരിച്ച് നല്ല എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്ന സംഗു എഴുന്നേക്കുമ്പോൾ കാണുന്നത് നല്ല ഹാപ്പിയായി ഡാൻസ് ചെയ്യുന്ന ഹീജുവിനെയാണ്. അവൻ സ്മൈൽ ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. എന്നാൽ സംഗുവിനെ കണ്ട് ഷോക്ക് ആവുന്ന ഹീജു ആ സോങ് ഓഫ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കൂടുതൽ സൗണ്ടിൽ ആ പാട്ട് പ്ലേ ആവുകയാണ് ചെയ്യുന്നത്. സോ അവൻ പോയി അവളെ ഹെൽപ്പ് ചെയ്യുന്നു. അവരാദ്യമായിട്ട് കണ്ടത് ഇങ്ങനെ ആയിരിക്കണം, എന്താ പറയാ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അത് തന്നെ ഈ സ്റ്റോറി സംഗു പറയുന്നത് കേട്ട് ഇത്രയും നേരം ഡ്രിങ്ക് ചെയ്യാതിരുന്ന സാവൻ ഡ്രിങ്ക് ചെയ്യുവാണ്. എരിതീയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെ കോളേജിന്റെ ബ്രോഡ്കാസ്റ്റ് റൂം എന്നൊക്കെ പറയുമ്പോൾ ഫ്ലേർട്ട് ചെയ്യാൻ അടിപൊളിയായിരിക്കും എന്ന് യൂരി പറയുന്നതോടുകൂടെ കൂളാവാൻ അവന്റെ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരുന്ന സാവൻ നിങ്ങൾ ഫ്ലേർട്ട് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുന്നു. സംഗു ഉത്തരം കൊടുക്കുന്നതിന്റെ മുന്നേ യൂരി ഇതൊക്കെ ഇപ്പൊ ഇത്ര ചോദിക്കാനുണ്ടോ, എന്താ
എന്തായാലും ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഹീജു ബ്രോഡ്കാസ്റ്റ് റൂമിലേക്ക് പോണേ? ന്യൂസ് കാസ്റ്റർ ആവാൻ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ലല്ലോ എന്ന് പറയുന്നു. ഹീജു ഒന്നും പറയുന്നില്ല, സാവോനും ഒന്നും പറയുന്നില്ല. സംഗു എന്തേ അവക്ക് ആയിക്കൂടെ എന്ന് യൂരിയോട് ചോദിക്കുന്നത് കേട്ട് യൂരി ഹീജു സംസാരിക്കാത്തത് കൊണ്ട് തന്നെ പക്ഷേ അവക്ക് എങ്ങനെയാ ന്യൂസ് കാസ്റ്റർ ആവാൻ പറ്റുക എന്ന് ചോദിക്കുന്നു. ഹീജുവിന്റെ സൈലൻസും സംഗുവിന്റെ നോട്ടവും കണ്ട് യൂരി എങ്ങനെയൊക്കെയോ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും സാവോനും സംഗുവും തമ്മിലുള്ള പ്രശ്നം തീരുന്നില്ല. നീ ഇപ്പൊ എന്തിനാ അത് കുത്തിപ്പൊക്കി വന്നേ? സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ആയിട്ട് പ്രസിഡൻഷ്യൽ ഓഫീസിൽ ജോലി വാങ്ങിയ ഒരാളാണ് ഹീജു. ആ അവളോടാണോ ഇപ്പോൾ ഡ്രീമിനെ കുറിച്ച് ചോദിക്കുന്നത്? പണ്ടത്തെ കാര്യവും പറഞ്ഞുകൊണ്ട് വരുന്നേ എന്ന് സാവോൻ ചോദിക്കുന്നതോടുകൂടെ അവർ അടുത്ത അടി തുടങ്ങുന്നു. ഹീജു അവരോട് നിർത്താൻ പറഞ്ഞ് മുന്നേ എനിക്ക് ന്യൂസ് കാസ്റ്റർ ആവാൻ തന്നെയായിരുന്നു ആഗ്രഹം, അത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പൊ ഞാൻ പ്രസിഡൻഷ്യൽ ഓഫീസിലെ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ആയതിൽ ഒരുപാട് ഹാപ്പിയാണ്, മനസ്സിലായോ എന്ന് ചോദിച്ച് ഡ്രിങ്ക് ചെയ്തുകൊണ്ട് ഹീജു ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങൾ സാവോനും യൂരിക്കും വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് സംഗുവാണ് കേട്ടോ. പുറത്തേക്ക് വരുന്ന ഹീജുവിന് ഇനയുടെ മെസ്സേജ് വരുവാണ്. സുഖമാണോ, കുറെ ആയില്ലേ കണ്ടിട്ട് എന്നാണ് ഇന മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇപ്പൊ ഹീജു പോയതിന്റെ പുറകെ തന്നെ സാവോനും അവിടുന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് ഒരു ചേച്ചിയോ അനിയത്തിയും കൂടെ നടന്നു പോകുന്നത് അവൻ കാണുവാണ് കേട്ടോ. അനിയത്തി ഒരുപാട് സംസാരിക്കുന്നുണ്ട്, എന്നാൽ ചേച്ചി ഒന്നും പറയാതെ അനിയത്തി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നടക്കുവാണ്. ഇവരെ കാണുമ്പോൾ സാവോൻ ആലോചിക്കുന്നത് ഹീജുവിനെയും അവരുടെ ചേച്ചിയെയും കുറിച്ചാണ്. ചെറുതായിരുന്നപ്പോൾ ഈനയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സാവോൻ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പഠിപ്പിക്കാനിരിക്കുന്ന സമയത്ത് ഈനയുടെ കൂടെ തന്നെ ഹീജു ഇരിക്കുന്നത് കണ്ടിട്ട് സാവോൻ നീ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ഹീജുവിനോട് ചോദിക്കുന്നു. നീ പറയുന്ന കാര്യങ്ങൾ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് ഹീജു പറയുന്നു. അന്ന് അവക്ക് സൈൻ ലാംഗ്വേജും അറിയില്ല, കുട്ടിയായിരുന്നത് കാരണം ഫോണും കയ്യിലില്ല, എഴുതി കാണിക്കുമായിരുന്നു ചെയ്തിരുന്നത്. സാവോൻ അത് വായിച്ച് ഈനയോട് നിനക്ക് ചെവി കേൾക്കില്ല എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിനക്ക് വല്ല സൈൻ ലാംഗ്വേജ് പഠിച്ചുകൂടെ, അല്ലെങ്കിൽ വല്ല ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നു. അവൻ എന്താണ് ഇത്ര കാര്യമായിട്ട് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ഈന ഹീജുവിനെ നോക്കുവാണ്. അവൻ പറഞ്ഞ കാര്യത്തിന് പകരം നമുക്ക് നല്ല അടിപൊളിയായിട്ട് മാത്സ് പഠിക്കാട്ടോ എന്നാണ് അവൻ പറഞ്ഞത് എന്നാണ് ഹീജു എഴുതി കൊടുക്കുന്നത്. സാവൻ ഒരു ടെസ്റ്റ് നടത്തി നോക്കുമ്പോൾ ഈനയ്ക്ക് മുട്ടയാണ് കിട്ടുന്നത്. അവനത് വീണ്ടും അവളോട് ചെയ്യാൻ പറഞ്ഞ് ഇനി നീ തെറ്റിച്ച നിന്റെ തലയിലൂടെ വല്ല വെള്ളവും ഞാൻ ഒഴിക്കും എന്ന് പറയുന്നു. നീ ഒന്നുകൂടെ ചെയ്യ, നിന്നെ കൊണ്ട് എന്തായാലും ഇതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഹീജു ഈനയ്ക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നത്. സാവൻ ഇത് വായിച്ചു നോക്കിയതും ദേഷ്യത്തിന് പകരം കുറ്റബോധം തോന്നിയതും എല്ലാം ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അവന് 406 കോൾ ചെയ്യുന്നത്. അതായത് ഹീജു കോൾ ചെയ്യുന്നത്. സാവൻ അവളെ വിളിക്കുന്നത് 406 എന്നാണ് കേട്ടോ. സാവൻ പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് നീ വിളിച്ചത് നന്നായി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. നീ ഹീജുവിന്റെ വോയിസ് ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അവളൊന്ന് ടെൻഷൻ ആയിക്കൊണ്ട് ഹീജുവിന്റെ വോയിസോ, അതിനവക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കുവാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തതെന്ന് നിനക്കറിയോ? ആ ആക്സിഡന്റ് കാരണം എനിക്ക് കേൾവിശക്തി നഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇനെ ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജ് പഠിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവള് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് നോട്ട്സിലൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹീജുവിനെ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു ചെയ്ത് എന്ന് പറഞ്ഞ് ആ ആക്സിഡന്റ് കാരണം അവക്ക് അവളുടെ ചേട്ടനെ നഷ്ടമായി, ചേച്ചിക്ക് കേൾവിശക്തി ഇല്ലാതായി, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ഹീജുവിന്റെ അമ്മ പറഞ്ഞത് ആലോചിച്ചുകൊണ്ട് സാവോൻ ഇതെല്ലാം ഈന കാരണമാണോ എന്ന് ചോദിക്കുന്നു. നീ എന്ത് ഉദ്ദേശിക്കുന്നേ എന്ന് ഹീജു ചോദിക്കുന്നു. ചെയർമാന്റെ ശരിക്കുള്ള മകൾക്ക് കേൾവിശക്തി ഇല്ലാതാവുകയും അതേ വീട്ടിൽ താമസിക്കുന്ന ഹീജുവിന് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഹീജുവും സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെ ഫോഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യം അല്ലാതെ വേറെ ഒരു റീസണും എനിക്ക് ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നവൻ പറയുന്നു. ഹീജു നീ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിനക്ക് ഹീജുവിനെ ഒഴിവാക്കാൻ ഒരു ഉദ്ദേശവും ഇല്ലാന്ന്. ഈന തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും നിന്റെ തീരുമാനം അത് തന്നെ ആയിരിക്കോ എന്ന് ചോദിക്കുന്നു. അവൻ അതേന്ന് പറയുന്നത് കേട്ട് ഹീജു എന്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ആണോ അതോ സിമ്പതി ആണോ എന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് നടക്കാനുള്ള സൈൻ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ സാവോൻ റോഡ് ക്രോസ് ചെയ്യുന്നു. നടന്നു വരുന്ന സാവോനെ ഹീജുവും കാണുന്നുണ്ട്. സാവോൻ നീ ഇപ്പൊ എന്താ പറഞ്ഞ സിമ്പതിയോ? ഞാൻ ഒറ്റ തവണയെ പറയുള്ളൂ, നീ നന്നായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ. എനിക്ക് ഹീജുവിനോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണെന്നറിയോ നിനക്ക് എന്ന് ചോദിക്കുന്നതും അവനെ ഒരു വണ്ടി ഇടിക്കാൻ വരുന്നു. ഇത് കാണുന്നതും ഹീജു പേടിച്ച് സാവോന്റെ പേര് വിളിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടുന്നു. വണ്ടി ഇടിക്കാൻ വരുന്ന ഷോക്കിൽ നിൽക്കുന്ന സാവോൻ ഹീജുവിന്റെ സൗണ്ട് കൂടെ കേൾക്കുന്നതും അവന്റെ ബോഡി ഫ്രീസ് ആയി പോകുന്നു. ഹീജു ഓടി വന്ന് അവനെ ഹഗ് ചെയ്തുകൊണ്ട് സൈഡിലേക്ക് വീഴുന്നു. ആ വണ്ടി പോവുകയും ചെയ്യുന്നു. ഹീജു സാവോന് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തുന്നു. എന്നാൽ സത്യത്തിൽ കുഴപ്പം പറ്റുന്നത് സാവോനല്ല ഹീജുവിനാണ്. അവളുടെ കൈ മുറിഞ്ഞിട്ടുണ്ട്. ബാൻഡേഡ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം സാവോൻ നിനക്ക് ഹോസ്പിറ്റലിൽ പോണ്ടെന്ന് തന്നെയാണോ എന്ന് ചോദിക്കുന്നു. അവൾ അതിന് തലയാട്ടുന്നു. നീ നിന്റെ കൈ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ആളല്ലേ, അപ്പൊ നീ ശ്രദ്ധിക്കേണ്ട, ഞാൻ എത്ര തവണ നിന്നോട് ഈ കാര്യം പറയണം എന്ന് സാവോൻ ചോദിക്കുന്നു. ഹീജു ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. എന്നാൽ സാവോൻ ആണെങ്കിൽ വായടയ്ക്കുന്നുമില്ല. നിനക്ക് ഒരു പേടിയുമില്ല, നീ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ അങ്ങോട്ടേക്ക് എത്തിയേ? മാത്രമല്ല എന്തൊരു സ്ട്രോങ് ആ നീ, എന്നെ കൊണ്ടല്ലേ താഴേക്ക് പോയേ എന്ന് ചോദിക്കുന്നത് കേട്ട് ഹീജുവിന് ചിരിയാണ് വരുന്നത്. അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് സാവോന് നേരത്തെ അവൾ പേര് വിളിച്ച് ഓടി വന്നത് ഓർമ്മ വരുന്നത്. ഞാൻ നിന്റെ ശബ്ദം കേട്ടതുപോലെയുണ്ട് എന്ന് സാവോൻ പറയുമ്പോഴാണ് ഹീജുവിനും ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്. നീ എന്റെ പേര് വിളിച്ചില്ലേ എന്ന് സാവോൻ ചോദിക്കുന്നു. ഹീജു ഇല്ലാന്ന് തലയാട്ടുന്നു. എനിക്ക് നിന്റെ ശബ്ദം ഇനിയും കേൾക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞ സാവോൻ നീ സംസാരിച്ചു എന്ന് കരുതി ലോകം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. നിനക്ക് ഇപ്പൊ സംസാരിക്കാനുള്ളതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്രയും കാലം സംസാരിക്കാതെ പിടിച്ചു വെച്ചതിനെ കുറിച്ചോ എന്തിനെ കുറിച്ച് വേണമെങ്കിലും നീ സംസാരിക്കേ എന്ന് സാവോൻ പറയുന്നു. എന്നാൽ ഹീജുവിന് അതിനൊരു ഉത്തരം
ഉത്തരം കൊടുക്കാതെ സങ്കടപ്പെട്ടിരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. സാവോനും അവളെ കൂടുതൽ നിർബന്ധിക്കുന്നില്ല. നെക്സ്റ്റ് ഡേ തൊട്ട് ഹീജു അവളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. പറയാൻ വിട്ടു, ഹീജുവിന് മാത്രമല്ല കേട്ടോ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്റർ ആയിട്ട് ജോബ് ഓഫർ കിട്ടിയിരിക്കുന്നത്. വേറെയും 2-3 പേരുണ്ട്. ഇപ്പൊ ഹീജു സാവോന് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുവാണ്. ആദ്യത്തെ ക്ലാസ് ആണ്. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ സാധാരണ എന്താ ചെയ്യാറ്? ആൽഫബറ്റ്സ് ആണ് പഠിക്കാറ്. സൈൻ ലാംഗ്വേജിലുള്ള ആൽഫബറ്റ്സിന്റെ ഒരു ലിസ്റ്റ് ഹീജു സാവോന് കൊടുക്കുന്നു. എന്നാൽ സാവോൻ സൈൻ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ആവേശം കൊണ്ടും ആൽഫബറ്റ്സ് ഒന്നും അത്രയ്ക്ക് ഡിഫിക്കൽട്ട് അല്ലാത്തത് കൊണ്ടും നേരത്തെ തന്നെ അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീജു അവന് വേറൊരു പേപ്പറും പെന്നും കൊടുക്കുവാണ്. 100 ക്വസ്റ്റ്യനും 100 ആൻസറും. അവന് ദിവസവും പഠിക്കേണ്ട വേർഡോ അല്ലെങ്കിൽ സെന്റൻസോ അതെന്താണെങ്കിലും അത് അതിൽ എഴുതുക. ഹീജു അതിന്റെ സൈൻ ലാംഗ്വേജ് എന്താണെന്നുള്ളത് സാവോന് പഠിപ്പിച്ചു കൊടുക്കും. അവനൊന്ന് ആലോചിച്ചതിന് ശേഷം ആദ്യത്തെ വേർഡ് അതിൽ എഴുതുന്നു. ഹീജു അത് വായിച്ചു നോക്കി അതിനെന്താണ് സൈൻ ലാംഗ്വേജിൽ പറയാ എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നു. അവൻ എഴുതി കൊടുത്തതെല്ലാം തന്നെ ഹീജു അവന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇപ്പൊ സാവോൻ അവൻ പഠിച്ച കാര്യങ്ങൾ സൈൻ ലാംഗ്വേജിൽ ഹീജുവിന് കാണിക്കുവാണ്. നിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ഹീജു എന്നാണ് അവൻ പഠിച്ചത്. അത് അവൻ സൈൻ ലാംഗ്വേജിൽ കാണിക്കുകയും ചെയ്യുന്നു. അവള് ഹാപ്പി ആവുന്നു. അവളുടെ പേര് സൈൻ ലാംഗ്വേജിൽ പറയാൻ പഠിച്ചതിൽ സാവോനും ഒരുപാട് ഹാപ്പി ആവുന്നു. ഇപ്പോൾ സാവോന്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും, അതായത് ഇന്റർപ്രിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള ടീം മെമ്പേഴ്സ് എല്ലാവരും ടീം ഡിന്നറിന് വന്നിരിക്കുവാണ്. സാധാരണ ടീം ഡിന്നറിന്റെ വഴിക്ക് പോവാത്ത സാവോൻ ഇത്തവണ വന്നിട്ടുണ്ട്. കാരണം എന്താ? ഹീജു അവിടെ ഉണ്ട്. അവരെല്ലാവരും എൻജോയ് ചെയ്ത് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്ന സമയത്താണ് ദോജെ വന്ന് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് സാവോനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പൊ അവര് സംസാരിക്കുന്നു. ദോജെ, എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. വോയിസ് അനാലിസിസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു വൈറസ് കാരണം ആ സിസ്റ്റം ഷട്ട് ഡൗൺ ആയിപ്പോയി. അതുകൊണ്ട് ഏറെക്കുറെ എല്ലാ ഒറിജിനൽ ഫയൽസും പോയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള കുറച്ച് ഫയൽസിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓഡിയോയുടെ ക്വാളിറ്റി അത്ര നല്ലതല്ല എന്ന് പറയുന്നതും സാവോൻ എനിക്കത് കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ദോജെ അത് കേൾപ്പിക്കുന്നു. ഈ സമയത്ത് ഹീജു റെസ്റ്റ് റൂമിലാണ്. ഇന്നലെ നൈറ്റ് അവൾക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. കിഡ്നാപ്പർ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ കോളിനെ പറ്റി അവൾ ചിന്തിക്കുവാണ്. ചേച്ചി ഓക്കെ ആണോ? എവിടെയെങ്കിലും എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടോ എന്ന് കിഡ്നാപ്പർ ചോദിക്കുന്നത് കേട്ട് ഹീജു കൺഫ്യൂസ്ഡ് ആവുകയാണ്. അപ്പൊ ചേച്ചിക്കൊന്നും മനസ്സിലായില്ലേ? നേരത്തെ നിങ്ങളൊരു വണ്ടി ഇടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് ഞാനായിരുന്നു എന്ന് പറഞ്ഞ് കിഡ്നാപ്പർ ചിരിച്ചുകൊണ്ട്, ചേച്ചിയല്ലേ പറഞ്ഞ ചേച്ചി അവനെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്ന്? മനസ്സ് മാറ്റിയല്ലേ? അപ്പോ ഡിവോഴ്സ് ചെയ്യാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല അല്ലേ എന്ന് ചോദിക്കുന്നു. നീ എന്തിനാ ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറയുന്നേ എന്ന് ഹീജു തിരിച്ചു ചോദിക്കുന്നത് കേട്ട് കിഡ്നാപ്പർ, കാരണം ആ ബാസ്റ്റേഡ് കഷ്ടപ്പെടുന്ന എനിക്ക് കാണണം. ചേച്ചിക്ക് കാണണമെന്നില്ലേ? ചേച്ചിക്ക് അവനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നാണോ ചേച്ചി വിചാരിച്ചു വെച്ചിരിക്കുന്നേ? സത്യമായിട്ടും എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, അവനെ കുറിച്ച് ചേച്ചിക്ക് ഒന്നും അറിയില്ല. എന്നാൽ എനിക്ക് അവനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഈ ലോകത്ത് തന്നെ സാവോനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരേ ഒരാൾ ഞാനായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുവാണ്, ചേച്ചിക്ക് ഇനി സമയമില്ല കേട്ടോ. ചേച്ചിയുടെ ശരിക്കുള്ള ഐഡന്റിറ്റി എന്താണെന്നുള്ളത് സാവോൻ പെട്ടെന്ന് തന്നെ അറിയും എന്നാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതെല്ലാം താനാണെന്ന് സാവോൻ പെട്ടെന്ന് തന്നെ അറിയുമെന്ന് ആലോചിച്ച് ഹീജു വെറിയാവുന്നു. അവളുടെ ആ മുറിവ് ട്രീറ്റ് ചെയ്ത സമയത്ത് നിനക്ക് എന്താണോ പറയാനുള്ളത് അതെല്ലാം പറയാനായിരുന്നു സാവോൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഓർത്തുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നും നീ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല എന്ന് അവൾ ചിന്തിക്കുന്നു. ഇവിടെ സാവോൻ കേൾക്കുന്ന ഓഡിയോ ഏതാണെന്നറിയോ? ഇവൾ ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ 2 ബില്യൺ വണ്ടരണം നിനക്ക് നാളെ വരെ സമയമുണ്ടെന്ന് പറഞ്ഞിട്ട്? ആ ഓഡിയോ ആണ് സാവോൻ കേട്ടത്. ദോജെ, ഇത് ആരാണെന്ന് വല്ല ഐഡിയയും കിട്ടിയോ? സാറിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എന്ന് പറയുന്നതും സാവോൻ ഏകദേശം ഇയാളുടെ വയസ്സ് എത്രയായിരിക്കും എന്ന് ചോദിക്കുന്നു. അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ 20s ഏതോ ഒരു സ്ത്രീയാണ് എന്ന് ദോജെ റിപ്ലൈ കൊടുക്കുന്നു. ഇത് കേട്ടുകൊണ്ട് സാവോൻ നോക്കുന്നത് റെസ്റ്റ് റൂമിൽ നിന്നും വരുന്ന ഹീജുവിനെയാണ്. സാവോൻ ആ കിഡ്നാപ്പർ സംസാരിച്ച ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നു. ഹീജു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നതും അവക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയതുമാണ് അവൻ ചിന്തിക്കുന്നത്. ഇത് ആലോചിച്ചുകൊണ്ട് സാവോൻ ദോജയോട്, ഞാൻ വേറൊരു ഓഡിയോയും കൂടെ സെൻഡ് ചെയ്ത് തരാം. അതിലെ സൗണ്ടും ഈ 406ന്റെ സൗണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. എത്ര പെർസെന്റേജ് മാച്ച് ഉണ്ട് എന്ന് എനിക്കറിയണം. 2 ഡെസിമൽ പ്ലേസ് വരെ വേണം. അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിരിക്കണം എന്ന് അവൻ പറയുന്നു. ദോജെ അതിന് ഓക്കെ പറയുന്നു. അവൻ എഴുന്നേറ്റ് പോകുമ്പോ എങ്ങനെയായിരുന്നു അങ്ങനെയല്ല ഇപ്പൊ തിരിച്ചു വരുമ്പോ ഉള്ളത്. വന്നപാടെ ഡ്രിങ്ക് ചെയ്യാൻ തുടങ്ങുവാണ്. ഹീജുവും ആകെ ടെൻഷനിലാണുള്ളത്. ഡ്രിങ്ക് ചെയ്ത് തലയ്ക്ക് പിടിച്ച സാവോനെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുവാണ് ചെയ്യുന്നത്. വെറി ആയിക്കൊണ്ട് സാവോനെ നോക്കി നിൽക്കാൻ മാത്രമേ ഹീജുവിന് പറ്റുന്നുള്ളൂ. ഇപ്പൊ ഹീജു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് വരുവാണ്. സാവോൻ ഇപ്പോഴും ആ കാറിൽ തന്നെ ഇരിക്കുവാണെന്നുള്ളത് ഹീജു കാണുന്നു. അവൾ അവനെ പിടിച്ച് തട്ടി നോക്കിയിട്ടൊന്നും യാതൊരു കാര്യവും ഉണ്ടാവുന്നില്ല. അവൻ ഇതൊന്നും അറിയുന്ന പോലും ഇല്ല. അത്ര നല്ല ഉറക്കത്തിലാണ്. അതുകൊണ്ട് ഹീജു തന്നെ അവനെ താങ്ങി പിടിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്നു. അവന്റെ വെയിറ്റ് കാരണം 2 പേരും കൂടെ വീഴുന്നു. കൂടെ അവന്റെ ഫോണും തെറിച്ച് വീഴുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു. ഇത്ര ലേറ്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്നതിന് സോറി, അനാലിസിസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. 2 വോയിസും തമ്മിൽ 99.99% മാച്ച് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദോജ അയച്ച മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ആ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഹീജുവിന്റെ കാര്യത്തിൽ തീരുമാനമായി. ആ മെസ്സേജ് വരുന്നതോടുകൂടെ സ്ക്രീൻ ഓഫ് ആയി പോകുന്നു. വീണതിന്റെ ശേഷം അവർക്ക് 2 പേർക്കും എന്താ പറ്റിയെന്ന് അറിയണ്ടേ? അവന്റെ മേത്തൂടെ വീണ ഹീജു അറിയാതെ സാവോനെ കിസ് ചെയ്തു പോവാണ്. അങ്ങനെ കാത്തിരുന്ന് അവസാനം എനിക്ക് സമാധാനായി. ഞെട്ടിപ്പകച്ചു പോയ ഹീജു എങ്ങനെയൊക്കെയോ അവിടുന്ന് എഴുന്നേക്കാൻ നോക്കുന്നതും സാവോനും കണ്ണു തുറക്കുവാണ്. അവൾ അവനെയും നമ്മൾ അവരെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഈ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.